കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട ലോകത്തിൽ എവിടെയെല്ലാം മലയാളിയുണ്ടോ അവരെ ആകെ ഞെട്ടിച്ച ഒരു വലിയ സംഭവമായി തന്നെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10ഉം 20ഉം 22ഉം വയസ്സുള്ള കുട്ടികൾ ഇതാണോ ചെയ്യുന്നത് എന്ന ചോദ്യം ഇപ്പോൾ അന്തരീക്ഷത്തിൽ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഒരു നീരാളി പിടുത്തം പോലെ ഇപ്പോൾ വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം, മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ഈ തരത്തിലുള്ള കുട്ടികളുടെ സംഖ്യാപരമായ വർധനവ് ഒക്കെ എല്ലാവരെയും ആക്ഷരികമായി ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ കാണുക പ്രയാസമാണ്. ഇത് കുറെ കാലങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദമായി കേരളത്തിലെ വിദ്യാഭ്യാസ ക്യാമ്പസുകളിലെല്ലാം തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ധാരാളമായി നടക്കുന്നുണ്ട് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഭരണകൂടത്തിനും നല്ല ബോധ്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, ഇത് അറിഞ്ഞിട്ട് പോലും ഇവിടുത്തെ ഗവൺമെന്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഏജൻസികൾ, ഉദാഹരണമായി പോലീസോ എക്സൈസ് വകുപ്പോ കാര്യമായ ഫലപ്രദമായ ഒരു നടപടിയും ഇത് അവസാനിപ്പിക്കുന്നതിനായി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം. ഇത് ആർജവത്തോടുകൂടെ, ചങ്കൂറ്റത്തോടുകൂടെ ഇത് അവസാനിപ്പിക്കണമെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സർക്കാരായിരുന്നെങ്കിൽ ഇത് തീർച്ചയായും നല്ലൊരളവ് വരെ എന്നേ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ പലപ്പോഴും ഇത് കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കത്തക്ക രീതിയിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പോലും ഉദാസീനത പുലർത്തുമ്പോൾ ഇത് അനുദിനം നിർണയിക്കാനാവാത്ത അളവിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് കളമശ്ശേരി പോളിടെക്നിക്കിലെ ഒരു ഹോസ്റ്റൽ മുറി ഏതാണ്ട് ഒരു കഞ്ചാവ് വിപണന കേന്ദ്രമായി മാറിയിരിക്കുന്നു. എന്തൊരു ഞെട്ടിപ്പിക്കുന്ന ഭയാനകമായ ഒരു വാർത്തയാണ്. അവിടെ പോലീസ് പരിശോധിച്ചപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുറിയിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിനായി പൊതികളിൽ നിറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പോലീസുകാർക്കും എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും ലഭിച്ചത്. അവിടെ നിന്ന് കിട്ടിയ ഉപകരണങ്ങളുടെ പട്ടിക കേൾക്കുമ്പോൾ ആരും ഞെട്ടിപ്പോകും. എവിടെ നിന്നോ കൊണ്ടുവന്നതായ കഞ്ചാവ്, ഉണങ്ങിയ കഞ്ചാവ് ചെടികൾ പൊടിയാക്കുന്നതിനുള്ള ഒരു ക്രഷർ യന്ത്രം ഒരു വിദ്യാർത്ഥിയുടെ മുറിയിലുണ്ട്. അത് ചെറിയ ചെറിയ 5-10 ഗ്രാമുകളിലാക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, അത് ഒട്ടിക്കുന്നതിനുള്ള ഇലക്ട്രിക് മെഷീൻ, അതോടൊപ്പം തന്നെ ഇതിന്റെ തൂക്കം സ്വർണത്തെ പോലെ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് ബാലൻസ്, അതുപോലെ കഞ്ചാവ് വലിക്കുന്നതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള യന്ത്രങ്ങൾ, ഇതെല്ലാം ഒരു 3ാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തിയും ഇതിന്റെ ഗൗരവവും എത്ര വലുതാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. വളരെ വിചിത്രം എന്ന് പറയട്ടെ, ഇതിലും പ്രധാന കക്ഷിയായി വന്നിരിക്കുന്നത് ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ഉയർന്ന ഭാരവാഹിയാണ്. പോളിടെക്നിക് സ്റ്റുഡൻസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ വിതരണ കേന്ദ്രത്തിൽ ഇത്രയും സജ്ജീകരണങ്ങളോടുകൂടെ ഈ കാര്യങ്ങൾ കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഒന്നും അറിഞ്ഞില്ല, എൻ്റെ മുറിയിൽ ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് തന്നെ നിർണയമില്ല എന്ന് പറയുന്ന അപഹാസ്യമായ നിലപാടാണ് ഈ വിദ്യാർത്ഥി നേതാവ് എടുത്തിരിക്കുന്നത്. ആ വിദ്യാർത്ഥി നേതാവിനെ സംരക്ഷിക്കാൻ, ഓശാന പാടാൻ അതിനേക്കാൾ കൂടിയ നേതാക്കന്മാർ ഒട്ടും വൈകാതെ രംഗത്ത് വന്നത് അത്യന്തം ഹീനമായ, അപഹാസ്യമായ, ദയനീയമായ ആ സംഘടനയുടെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവർക്ക് നാണമില്ലേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ? ഈ പോലീസ് ഇങ്ങനെയുള്ള അന്വേഷണം നടത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത ഈ പ്രതികളെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി നേതാക്കന്മാർ ആ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ സംഗതികൾ പന്തിയല്ല എന്ന് കണ്ടപ്പോൾ അവർ തലയിൽ മുണ്ടുവിട്ടുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു.
കാരണം വളരെ കാര്യക്ഷമമായ രീതിയിലാണ് ഈ പോളിടെക്നിക്കിൽ അന്വേഷണം നടത്തിയത് എന്ന കാര്യത്തിൽ തീർച്ചയായും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും പ്രശംസ അർഹിക്കുന്നവരാണ്. എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയാണ് അവർ ഈ അന്വേഷണം പാതിരാത്രി സമയത്ത് ഹോസ്റ്റലിൽ കടന്നു കയറി ഏതാണ്ട് 50ഓളം പോലീസുകാരും അതിനോട് ചേർന്ന എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും ഈ കഞ്ചാവ് വേട്ട നടത്തിയത്. അവരെ തീർച്ചയായും അനുമോദിക്കണം, പ്രശംസിക്കണം. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, പലപ്പോഴും പൊതുസമൂഹം അവരെ പ്രശംസിക്കുന്നെങ്കിലും അധികാരവർഗം പലപ്പോഴും അവരോട് പ്രതികാരം കാട്ടാൻ ശ്രമിച്ചിട്ടുള്ള ഉദാഹരണങ്ങളും കുറവല്ല. കാരണം നമ്മളുടെ കക്ഷിയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരെ പ്രതികളാക്കുന്നതിനോട് ഒരിക്കലും ഭരണകക്ഷി അല്ലെങ്കിൽ നേതാക്കന്മാർ കൂട്ടുനിൽക്കുകയില്ലല്ലോ. അപ്പോൾ ഇരയാകുന്നത് ആരാണ്? സത്യസന്ധമായി തങ്ങളുടെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഇരയാകുന്ന ഒരു വൈരുദ്ധ്യവും നമ്മുടെ നാട്ടിൽ അന്യമല്ല. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ ഒരു നിയമസഭാ സാമാജികയുടെ മകനെ ഈ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ പേരിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ പിടിച്ചപ്പോൾ ആ മകൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് അത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ ആ കേസ് അട്ടിമറിച്ച് ആ പിടിച്ച പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ഇപ്പോൾ നടപടിയെടുക്കാൻ ഈ സർക്കാർ തയ്യാറായി മുന്നിട്ട് വന്നിരിക്കുകയാണ്. എന്തൊരു ദയനീയമായ അപഹാസ്യമായ അവസ്ഥയാണ്. ഈ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ ഭരണകക്ഷികളും അവരുടെ നേതാക്കന്മാരും ഗവൺമെന്റും മുന്നിട്ടിറങ്ങുന്നത് ഗവൺമെന്റിന്റെ അപജയത്തെയും നിലവാര തകർച്ചയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊരു ഭാഗത്തൂടെ ലക്ഷങ്ങൾ മുടക്കി ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ മന്ത്രിമാർ നെട്ടോട്ടം ഓടി ഈ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് ആളുകളെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇവിടെ വരുമ്പോൾ കാണുന്ന ചിത്രം ഇതാണ്. 20ഉം 21ഉം വയസ്സാം പ്രായമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ കഞ്ചാവ് കച്ചവടം നടത്തുന്നതിൽ വ്യാപൃതരായിരിക്കുന്നു. കഞ്ചാവിന് അടിമപ്പെട്ടതിന് ശേഷം പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ മേൽ ചാപ്പ കുത്താനും കോമ്പസ് ഇട്ട് വരയ്ക്കാനും അവനെ ചവിട്ടാനും തൊഴിക്കാനും റാഗിങ്ങിന്റെ പേരിൽ അവന്റെ വായിൽ ലോഷൻ ഒഴിച്ചു കൊടുക്കാനും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കുന്നു എന്നത് കാണുമ്പോൾ മലയാളി അപമാനം കൊണ്ട് തലകുനിക്കുകയാണ്. ഇതെവിടേക്കാണ് ഈ സംസ്ഥാനം പോകുന്നത്? വളരെ ഗൗരവമായി ആലോചിക്കണം. ഇത് ഇല്ലാതെയാക്കുവാൻ ഉത്തരവാദപ്പെട്ടതായ പോലീസും എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ സർക്കാർ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ പോളിടെക്നിക് കോളേജുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്? അതിന്റെ സാങ്കേതികത്വം അടിയന്തരമായി ഭരണാധികാരികൾ പരിശോധിക്കണം. ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി നൽകുന്നതായിട്ടുള്ള സ്ഥാപനമായിരിക്കണം. സർവകലാശാലയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിന് മാത്രമേ കോളേജ് എന്നുള്ള പേര് കൊടുക്കാൻ പാടുള്ളൂ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പോലും അത്തരം ഡിഗ്രികൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളെ മാത്രമേ കോളേജുകൾ എന്ന് വിളിക്കാറുള്ളൂ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ പോളിടെക്നിക് എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാരണം അവിടെ ഡിപ്ലോമ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്നത് തന്നെ കോളേജുകൾക്ക് അപമാനമാണ്. ആ പേര് അടിയന്തരമായി മാറ്റണം. പോളിടെക്നിക് എന്ന് മാത്രം അറിയപ്പെടണം. അത് തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം അല്പമെങ്കിലും കുറച്ചു കാണിക്കുമെങ്കിൽ ആ തരത്തിലെങ്കിലും വിദ്യാർത്ഥികളുടെ ഈ മേൽക്കോയ്മ സമൂഹത്തിൽ അവസാനിപ്പിക്കാനായി ഒരു എളിയ ശ്രമമായി അതിനെ കാണണം. കോളേജുകൾ എന്ന പേര് മാറ്റിയത് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. കോളേജുകൾ ഇതിനേക്കാൾ വളരെ ദയനീയമാണ്. സർവകലാശാല വകുപ്പുകളിലും കോളേജുകളിലുമൊക്കെ മദ്യവും മയക്കുമരുന്നും യഥേഷ്ടമാണ്. ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ ഈ വിദ്യാർത്ഥി നേതാവിന്റെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്ത ചില സാധനങ്ങളുടെ പേരുകൾ പുറത്തു പറയാൻ കൊള്ളാത്തതാണ്. അതുകൊണ്ട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നില്ല. അവിടെ മദ്യവും മയക്കുമരുന്നും മാത്രമല്ല, മറ്റു ചില സാധനങ്ങൾ കൂടി പോലീസ് കണ്ടെത്തി. അതിന്റെ പേരുകൾ പോലും പറയാൻ നാക്കറയ്ക്കുന്നു. ആ തരത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഹോസ്റ്റലുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നറിയുമ്പോൾ എത്രയേറെ ലജ്ജിക്കണം. അതുകൊണ്ട് അടിയന്തരമായി
ഈ കാര്യത്തിൽ കേരളത്തിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സത്യസന്ധമായി പ്രവർത്തിക്കാൻ അവർക്ക് സൽപ്രേരണ കൊടുക്കണം ഈ സർക്കാർ. മുഖ്യമന്ത്രിയാണല്ലോ പോലീസിനെ നിയന്ത്രിക്കുന്നത്. എക്സൈസ് വകുപ്പിനെ നിയന്ത്രിക്കാൻ മറ്റൊരു മന്ത്രി ഉണ്ടല്ലോ. മന്ത്രിമാർക്കൊന്നും ഒരു കുറവുള്ള സംസ്ഥാനമല്ല കേരളം. എക്സൈസ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ചാണെങ്കിലും മുഖം നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ ഈ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുമെന്നാണ്. 2 ദിവസം കഴിയുമ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ഈ പ്രസ്താവനകളൊക്കെ മറഞ്ഞു പോകുമെന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്. ഇനിയും ഇത് വെച്ചു നടത്താൻ അനുവദിച്ചുകൂടാ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രായം നോക്കിയാണ് കുറ്റവാളികളെ ശിക്ഷിക്കുന്നത്. 17.25 വയസ്സ് പ്രായമുള്ള ഒരുത്തൻ കൊലപാതകം ചെയ്താൽ അവൻ ക്രിമിനൽ കുറ്റവാളിയല്ല, അവൻ ബാലാവകാശത്തിനകത്ത് പെട്ടവനാണ്. എന്തോ ഒരു വികൃതമായ നിയമങ്ങളാണ്. 18 വയസ്സിൽ താഴെ ആയിപ്പോയാൽ അവൻ കൊലപാതകം നടത്തിയാലും കഞ്ചാവ് വിറ്റാലും മയക്കുമരുന്ന് വിറ്റാലും അവനെ കുട്ടികളുടേതായിട്ടുള്ള നിയമത്തിനകത്ത് വേണം ശിക്ഷിക്കാനെന്ന്. ഈ നിയമങ്ങളൊക്കെ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കൊലപാതകം ചെയ്യുന്നവൻ 14 വയസ്സായാലും 15 വയസ്സായാലും അവനെ കൊലപാതകിയായി, ക്രിമിനൽ കുറ്റവാളിയായി തന്നെ കൈകാര്യം ചെയ്യും. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണല്ലോ വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊല. അവൻ പ്രായം കൊണ്ട് ഈ പറഞ്ഞതുപോലെ ബാലാവകാശമൊന്നുമുള്ള ആളല്ലെങ്കിൽ പോലും പ്രായത്തിന്റെ പേരിൽ ഒരു പരിഗണനയും കൊടുക്കാനായി സാധിക്കുകയില്ല. അതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെങ്കിൽ അത് വരുത്താനായി ഭരണകൂടം നടപടികൾ സ്വീകരിക്കണം. സർവകലാശാലകൾ, കോളേജുകളിൽ പ്രധാനമായി ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഫലകരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. കേരളത്തിലെ സർക്കാർ കോളേജുകളും അതിനോട് ബന്ധപ്പെട്ട ഹോസ്റ്റലുകളും സർവകലാശാല ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകളും നിർബന്ധമായും ഇതുപോലെ മിന്നൽ പരിശോധനയ്ക്ക് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നടപടികൾ സ്വീകരിക്കണം. രാത്രികാലങ്ങളിൽ ഈ ഹോസ്റ്റലുകളിൽ അനധികൃതമായി താമസിക്കുന്നവരെ അവിടെ നിന്ന് പുറത്താക്കണം. അതുപോലെ ഈ മദ്യവും മയക്കുമരുന്നും വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി കണ്ടെത്തിയിരിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികളെ ഒരു നിമിഷം പോലും ഹോസ്റ്റലുകളിൽ താമസിക്കാൻ അനുവദിക്കരുത്. ഈ ഹോസ്റ്റലുകളുടെ ഭരണം ഉത്തരവാദപ്പെട്ട ആളുകൾ മേൽനോട്ടം വഹിക്കുന്ന രീതിയിലാക്കണം. ഇന്ന് ദയനീയമെന്ന് പറയട്ടെ, സർക്കാർ കോളേജ് ഹോസ്റ്റലുകളിൽ, സർവകലാശാല ക്യാമ്പസ് ഹോസ്റ്റലുകളിൽ പൂർണ്ണ സമയ റെസിഡൻഷ്യൽ വാർഡന്മാർ ഇല്ല. രാത്രിയിലാണ് അവിടെ മുഴുവൻ ഈ തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവിടെ താമസിക്കാൻ അർഹതയില്ല മുൻ വിദ്യാർത്ഥികളൊക്കെ അവിടെ രാത്രിയിൽ വന്ന് തമ്പടിച്ച് മദ്യവും മയക്കുമരുന്നും നിശാ പാർട്ടികൾ നടക്കുകയാണ്. അവിടെ വാർഡന്മാരില്ല, വാർഡന്മാരെ സഹായിക്കാൻ അസിസ്റ്റന്റ് വാർഡന്മാരില്ല, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരില്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ ഹോസ്റ്റലിന്റെ ഭരണ സംവിധാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സർവകലാശാലയും ഗവൺമെന്റും മുന്നോട്ട് വരണം. സർവകലാശാല വകുപ്പുകളോട് ചേർന്നുള്ള ഹോസ്റ്റലുകളിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെയും പൂർണ്ണസമയ വാർഡന്മാരെയും നിയമിക്കാൻ വൈസ് ചാൻസലർമാർ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. സർക്കാർ കോളേജ് ഹോസ്റ്റലുകളിലും അതുപോലെ പൂർണ്ണസമയ വാർഡന്മാരെ നിയമിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. സ്വാശ്രയ കോളേജുകളിലുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകളിലും രാത്രികാലങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി ഇതിന് കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ഈ വലിയ നീരാളി പിടുത്തത്തിൽ നിന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെയും പൊതുരംഗത്തെയും മോചിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് എല്ലാവരും കാണേണ്ടതായിട്ടുണ്ട്.